നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ്. സോ ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി നമ്മൾ രണ്ട് ഗ്രൂപ്പ്സ് ജിയിലും എച്ചിലും നമ്മൾ ഹോമോമോർഫിസം ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ജിയുടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡോട്ട് ആണെങ്കിൽ എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആണെങ്കിലും ഇഫ് ദിസ് സാറ്റിസ്ഫൈസ് we can say that it's a group homomorphism. അത് 1-1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ അത് ഐസോമോർഫിസം ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഹോമോമോർഫിസത്തിൻ്റെയും ഐസോമോർഫിസത്തിൻ്റെയും സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ലെറ്റ് ജി ആൻഡ് എച്ച് ബി ഗ്രൂപ്പ് വിത്ത് ദിയർ റെസ്പെക്റ്റീവ് ഐഡൻറ്റിറ്റീസ് ഇ ജി ആൻഡ് ഇ എച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് എഫ് ഓഫ് ഇ ജി ഇസ് ഈക്വൽ ടു ഇ എച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ബി എ ഹോമോമോർഫിസം, റൈറ്റ്? അതുപോലെ തന്നെ എഫ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ്. അത് ഹോളായിട്ട് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ബോത്ത് റേസ് ടു 1 ആൻഡ് റേസ് ടു n ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹോമോമോർഫിസം. അതുപോലെ തന്നെ ഇഫ് എഫ് ഓഫ് എസ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ഫോർ ഈച്ച് സബ് ഗ്രൂപ്പ്സ് എസ് ഓഫ് ജി, ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഹോമോമോർഫിസം. ഓക്കെ, സോ നമ്മൾ മോണോയിഡിൻ്റെ കേസിൽ പറയുമ്പോഴത്തേനും ഒരു 2 കണ്ടീഷൻ വന്നു എക്സ്ട്രാ. സിമിലർലി ഇവിടെ ഈ കേസിൽ പറയുമ്പോൾ ഒരു 4 കണ്ടീഷൻ എക്സ്ട്രാ വരുന്നുണ്ട്. സ്പീക്കിംഗ് ഓഫ് ദ പ്രൂഫ്, നമുക്കറിയാം എഫ് ഓഫ് ഇ ജി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഇ ജി സ്റ്റാർ ഇ എച്ച്. ഓർത്തോണം, ഇ എച്ചിനെയും ഇ ജിനെയും നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്തേക്കുന്നത്, റൈറ്റ്? സോ ദാറ്റ്സ് നത്തിങ് ബട്ട് f of eg dot eg, f of eg star eh. again ഇതിനെ നമ്മൾ again സ്പ്ലിറ്റ് ചെയ്യുന്നു. f of eg is equal to f of eg ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും എഫ് ഓഫ് ഇ ജി ഇസ് ഈക്വൽ ടു ഇ എച്ച്. ഇവിടെ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു എ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐഡംപൊട്ടൻസി. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ടെ സെക്കൻഡ് പോയിൻ്റ് എന്താണ്? എയുടെ എഫ് ഓഫ് എ ഇൻവേഴ്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ്. നമുക്കറിയാം ഇഫ് ജി ഈസ് എ ഗ്രൂപ്പ്, ജി ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ എയും എ ഇൻവേഴ്സും വിൽ ബി ആൻ എലമെൻറ്റ് ഓഫ് ജി, റൈറ്റ്? സോ സിൻസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് E of H, we have not proved, we have assumed that E of H and E of G is the identity element. We are taking it such a way that, right, that's nothing but f of A dot f of A inverse is equal to E of G. And then we can write it as f of A, sorry, E of G alla, E of H aanu. E of H, that's nothing but f of E of G. So ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എ ആണ്. സോ എഫ് ഓഫ് എ വിൽ ബി നത്തിങ് ബട്ട്, റൈറ്റ്? അപ്പം ഈ ഒരു ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഫംഗ്ഷനിനെ ടോട്ടലായിട്ടാണ് ഇൻവേഴ്സ് എടുക്കുന്നത് ആൻഡ് ഹെൻസ് ദിസ് റിസൾട്ട്. തേർഡ് വൺ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? എഫ് ഓഫ് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ. നമുക്കറിയാം ഇപ്പം എഫ് ഓഫ് എ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സംഭവം എഫ് ഓഫ് എ ഇപ്പം എ റേസ് ടു 2 ആണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ വി റൈറ്റ് ഇറ്റ്? എഫ് ഓഫ് എ ഡോട്ട് എ റേസ് ടു 3 ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എഫ് ഓഫ് എ റേസ് ടു 3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതെങ്ങനെ എഴുതുന്നത്? എഫ് ഓഫ് എ ഇൻറ്റു എ ഇൻറ്റു എ. ദാറ്റ്സ് നത്തിങ് ബട്ട് എഫിനെ ഞാൻ എത്ര പ്രാവശ്യം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഇങ്ങനെ പോകത്തേ ഉള്ളൂ, അല്ലേ? പെയർ എ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയായിരിക്കും വരുന്നത്. ഹെൻസ് എഫ് ഓഫ് എ റേസ് ടു എൻ വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ദ ഹോൾ റേസ് ടു എൻ. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രൂഫാണ് എടുത്ത് പറയുന്നത്. സോ ഇഫ് എസ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എസ് വിൽ ബി എ നോൺ എംപ്റ്റി സെറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 5. എഫ് ഓഫ് എസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 5, റൈറ്റ്? അപ്പോൾ നമ്മളിപ്പം എന്താ എക്സിനെ
if we are we are introducing two elements x and y, which is an element of f of s. ഈ x എന്ന് പറയുന്നത് f of a എന്നും y എന്ന് പറയുന്നത് f of b എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് in such a way that a, b is an element of s. അപ്പോൾ അതുകൊണ്ട് ഫംഗ്ഷൻ എടുക്കുമ്പോഴത്തേനും ഫംഗ്ഷൻ ഓഫ് a ആൻഡ് ഫംഗ്ഷൻ ഓഫ് b ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x star y will be nothing but f of a star f of b. That's nothing but f of a dot b. അപ്പം x star y എന്ന് പറയുന്നതും ഇറ്റ് വിൽ ബി എൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എസ് അല്ലേ. എഫ് ഓഫ് എസ്സിനകത്ത് എ ബി ഉണ്ട്. സോ എ ഡോട്ട് ബി എന്ന് പറയുന്നതും എസ്സിലുണ്ടാവും ഇഫ് ഇറ്റ് ഇസ് എ സബ് ഗ്രൂപ്പ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഈ എഫ് ഓഫ് എസിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും. ആൻഡ് ഓൾസോ ദർ വിൽ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് ഇൻ സച്ച് എ വേ ദറ്റ് എക്സ് ഇൻവേഴ്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ്, which will be an element of f of s. So എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പാണ്. ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും, റൈറ്റ്? സോ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എസ് സബ് ഗ്രൂപ്പ് ജിയിലുണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ സബ് ഗ്രൂപ്പ് നമുക്ക് എച്ചിലും ഉണ്ടാവും എന്നാണ് നമ്മൾ ഈ ഒരു തിയറം കൊണ്ട് പ്രൂവ് ചെയ്യുന്നത്. സോ 4 കാര്യങ്ങളാണുള്ളത്. സോ പ്രൂഫ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർ എനി ഗ്രൂപ്പ് ജി സെറ്റ് എച്ച് ഇസ് എക്സ് ബൈ എക്സ് വിച്ച് ഇസ് എൻ എലമെൻറ്റ് ഓഫ് ജി, എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് ഫോർ എവറി എ ഓഫ് വിച്ച് ഇസ് എൻ എലമെൻറ്റ് ഓഫ് ജി. സോ ഇറ്റ് ഈസ് ഈ ഒരു സെറ്റ് എച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? സോ സബ് ഗ്രൂപ്പ് ഓഫ് ജി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്? നമുക്കിവിടെ എക്സ് എന്നൊരു എലമെൻ്റാണ് തന്നേക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിക്കാണ് തന്നിരിക്കുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് അറ്റ് ഫസ്റ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് 2 elements എക്സ് കോമ വൈ is an element of h. Then എക്സ് എ ഈസ് ഈക്വൽ ടു എ എക്സ് എന്ന പോലെ തന്നെ വൈ നമുക്ക് എഴുതാം വൈ എ ഈസ് ഈക്വൽ ടു എ വൈ. ഈ വൈ എ ഈസ് ഈക്വൽ ടു എ വൈനെ നമ്മൾക്ക് എടുത്തെഴുതാം. നമ്മളിവിടെ എന്താണ് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? വി ആർ ട്രൈങ് ടു പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ഇൻവേഴ്സ്. ദാറ്റ്സ് ഫസ്റ്റ് തിങ്. ഓക്കെ, സോ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും ഇൻവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, ബോത്ത് ഓൺ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ്. സോ ഇവിടെ ഇതും ഇതും പറയുമ്പോഴത്തേന് എ വൈ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻവേഴ്സ് എ. അപ്പം നമുക്കറിയാം ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ എക്സ് ഈ എക്സിൻ്റെ ഭാഗമായിരിക്കും. ഹെൻസ് വൈ ഇൻവേഴ്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് എച്ച് ആൻഡ് വൈ ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് എച്ച്. സോ വിച്ച് മീൻസ് വാട്ട്? ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇൻ ദ സെറ്റ്. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്തു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. ബൈ തിയറം വി നോ ദാറ്റ് ഇഫ് എ ആൻഡ് ബി ആർ എലമെൻറ്റ് ഓഫ് എ സെറ്റ് ജി, ദെൻ എ ബി ഇൻവേഴ്സ് ഇസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ ഗ്രൂപ്പ്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്, നമുക്കിവിടെ മനസ്സിലായി വൈ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ വിച്ച് മീൻസ് ഈ ഒരു ഇൻവേഴ്സ് നമുക്ക് സെറ്റാണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം എക്സ് വൈ ഇൻവേഴ്സ് എ. ബിക്കോസ് എ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈക്വേഷൻ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോമാറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ ഇൻവേഴ്സ് എ. വൈ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എക്സ് എ വൈ ഇൻവേഴ്സ്, അതിൻ്റെ കോമ്പ്യൂട്ടേറ്റീവ് ഇതാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സ് എ ഓഫ് വൈ ഇൻവേഴ്സ്. എക്സ് എ ഇസ് നത്തിങ് ബട്ട് എ എക്സ് ഓഫ് വൈ ഇൻവേഴ്സ്. എ എക്സ് എന്ന് പറയുമ്പോഴത്തേനും എ ഓഫ് എക്സ് വൈ ഇൻവേഴ്സ്, വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? എക്സ് എ ആൻഡ് എ എക്സ് എന്നുള്ള ഫോമാറ്റിലാണ്. വിച്ച് മീൻസ് ദാറ്റ് എക്സ് വൈ ഇൻവേഴ്സ് ഇസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് എച്ച്. ഹെൻസ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇവിടെ നമ്മൾ ചെയ്ത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ. ഫോർ എ ഗ്രൂപ്പ് ജി അവരൊരു സെറ്റ് തന്നു, ദാറ്റ് ഇറ്റ് ഷുഡ് ബി പ്രൂവ് ദാറ്റ് ഇറ്റ്സ് എ സബ് ഗ്രൂപ്പ്. നമ്മൾ പഠിച്ച തിയറിത്തിൽ നിന്ന് വി നോ ദാറ്റ് ഇഫ് എ കോമ ബി ഇസ് എൻ എലമെൻറ്റ് ഓഫ് ജി, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ എലമെൻറ്റ് ഓഫ് എച്ച്. എ ബി ഇൻവേഴ്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് എച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സബ് ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഗ്രൂപ്പ് എന്നല്ല, സബ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ കൺക്ലൂഷനിൽ ദിസ് ഇസ് വാട്ട് വി റിസീവ്ഡ്. സോ ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി.
every cyclic group of order n is isomorphic to the additive group of residue classes modulo n എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതിനെ വേറൊരു രീതിക്ക് നമുക്ക് പറയാം, നമുക്ക് ജി ഒരു സൈക്കിൾ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും ഓർഡർ ഓഫ് ജി n ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഗിവൺ ഹിയർ, then we need to prove that G is isomorphic to Z of n plus because it's additive group residue class modulo n. So first thing, we know that G is, if we are taking that G, since it's a cyclic group, we know that G is generated by an element A. Let's assume that it's generated by an element A. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ given order of G is equal to n. അപ്പം നമുക്ക് ജീനെ എങ്ങനെ എടുത്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ പവേഴ്സ് ഓഫ് എ അപ് ടു n മൈനസ് 1, സോറി 0 തുടങ്ങുമ്പോൾ n മൈനസ് 1, a1 a2 a raised to n മൈനസ് 1. ഇതിൽ സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0 1 2 n മൈനസ് 1. ദിസ് ഈസ് നത്തിങ് ബട്ട് ദി ഓർഡർ ഓഫ് ദി എലമെൻറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഓർഡർ ഓഫ് ദി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, സംതിങ് റേസ് ടു എം വിൽ ഗിവ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എമ്മിനെ നമ്മൾ ഓർഡർ ഓഫ് ദാറ്റ് എലമെൻറ്റ് എന്ന് നമ്മൾ പറയുമെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് മെൻഷനിങ് ബൈ ദാറ്റ്. ഓക്കെ, സോ ഇഫ് ഐ ആം ഡിഫൈനിങ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എ റേസ് ടു ആർ, ഇറ്റ് മീൻസ് ദാറ്റ് ദി ഓർഡർ വിൽ ബി ആർ അല്ലേ. a raised to 0 0 ആണ്, a raised to 1 1 ആണ്, a raised to 2 2 1. സോ ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എ റേസ് ടു ആർ ഇൻറ്റു എ റേസ് ടു എസ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എഫ് ഓഫ് എ റേസ് ടു ആർ പ്ലസ് എസ്, ഇറ്റ്സ് നത്തിങ് ബട്ട് ആർ പ്ലസ് എസ്, ആർ പ്ലസ് എസ്. ഇഗെയിൻ സെപ്പറേറ്റ് ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എഫ് ഓഫ് എ റേസ് ടു ആർ പ്ലസ് എഫ് ഓഫ് എ റേസ് ടു എസ്, റൈറ്റ്. ഇനിയിപ്പം ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ഇറ്റ് ഈസ് എ ഹോമോമോർഫിസം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഐസോമോർഫിസം ആണെന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രൂവ് ചെയ്തു, ഇറ്റ്സ് എ ഹോമോമോർഫിസം. ഇനിയിപ്പം ഇത് ഡോട്ട് ഫംഗ്ഷനെ നമ്മൾ എന്താണ് ആക്കുന്നത്? വി ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ടു അഡിറ്റീവ് ഗ്രൂപ്പ്. അഡിറ്റീവ് ഗ്രൂപ്പിൽ വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഹെൻസ് ആണ് അഡിഷൻ വരുന്നത് ഇവിടെ. ഓക്കെ, ഇനി അടുത്ത ഐസോമോർഫത്തിന് നമുക്ക് എന്താണ് വേണ്ടത്? 1 1 ആൻഡ് 1 to 1 ആൻഡ് 1 on 1 1 to 1 ആൻഡ് on 2. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇഫ് എഫ് ഓഫ് എ റേസ് ടു ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ റേസ് ടു എസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താ 1 to 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈക്വേറ്റ് ആണ് ചെയ്യുന്നത്. രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ ഈക്വേറ്റ് ചെയ്ത് സെയിം ടു സെയിം ആണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആർ ഇസ് ഈക്വൽ ടു എസ് എന്ന് നമുക്ക് വരും. എങ്ങനെയാണ്? ഈ ഒരു സംഭവത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് വരും. ഓൺ ടു എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഫോർ എ റേഞ്ച് ദർ ആർ ഡിസ്റ്റിങ് വാല്യൂസ് എന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം ഒരു സൈക്കിൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ വിത്ത് റെസ്പെക്ട് ടു ദി അഡിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു വാല്യൂ എന്താണെങ്കിലും അഡീഷണൽ വരുമ്പോൾ നമുക്ക് കിട്ടും എന്നറിയാം വിത്ത് റെസ്പെക്ട് ടു ദ മോഡ്യൂലോ എൻ. സോ അതുകൊണ്ട് തന്നെ അത് ഓൺ ടു ആണെന്നുള്ളത് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ഹെൻസ് ദിസ് ഇസ് ആൻ ഐസോമോർഫിസം. Again, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് നോക്കിയത്? ഇറ്റ്സ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ. ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു ദി അഡിറ്റീവ് ഗ്രൂപ്പ് ഓഫ് റെസിഡ്യൂ ക്ലാസ്സസ് മോഡ്യൂലോ എൻ. സോ നമ്മൾ ഓർഡർ എഴുതി, നമ്മൾ ജനറേറ്റർ എഴുതി. സോ ജനറേറ്ററിൽ നമ്മൾ ഓർഡർ ഓഫ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് എഴുതി. വി ആർ ദെൻ അസ്യൂമിങ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ആർ ആൻഡ് എസ്. എന്നിട്ട് അതിൽ നമ്മൾ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. വി പ്രൂവ്ഡ് ഇറ്റ്സ് എ ഹോമോമോർഫിസം. ദെൻ വി ഡിഡ് 1 1 ആൻഡ് on 2.